فنسأل الله تبارك وتعالى أن يمن علينا بالعلم النافع والعمل الصالح ويرزقنا الإخلاص في القول والعمل. ആദ്യമായി എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. കാരണം പറഞ്ഞ സമയത്തിനേക്കാൾ ഒരു 10 മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ട്. കാരണം എല്ലാവർക്കും അവരവരുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ അതിൽ ചെറിയ വീഴ്ച വരുത്തിയതിൽ എല്ലാവരോടും ക്ഷമ ചോദിക്കാണ്. ഒരു ചെറിയ മീറ്റിംഗ് ഉണ്ടായിരുന്നു, അത് 9 മണിക്ക് തീരുന്നായിരുന്നു കരുതിയിരുന്നത്. ഖദ്ദറല്ല ഒരു 10 മിനിറ്റ് കൂടി അതിൽ ചെലവഴിക്കേണ്ടി വന്നു. നമ്മള് അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഏകദേശം 9ഓളം അസ്ലുകൾ നമ്മൾ എന്ത് ചെയ്തു, പൂർത്തിയാക്കി. അൽഹംദുലില്ലാഹ് 9ഓളം അസ്ലുകളാണ് നമ്മൾ പൂർത്തിയാക്കിയത്. ഇനി നമ്മൾക്ക് എടുക്കാനുള്ളത് എന്താണ്? 10ാമത്തെ അസ്ലാണ്. 10ാമത്തെ അസ്ലാണ് അഥവാ 10ാമത്തെ അടിസ്ഥാനമാണ്. എന്താണത്? ഇസ്തിഖ്ദാമു അദബിൽ മുദാറാത്ത് അഥവാ മുജാമല എന്ന് പറയും. നമ്മള് പ്രയോഗിക്കുക അല്ലെങ്കിൽ അത് ജീവിതത്തിൽ കൊണ്ടുവരിക. ഇപ്പോ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നമുക്ക് ഒരാൾ ഒരു കാര്യം ചെയ്ത് തന്നു കഴിഞ്ഞാൽ നമുക്ക് അയാളോട് ഏറ്റവും നല്ല രൂപത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും? പെരുമാറാൻ സാധിക്കും. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നമ്മളെ ഭാര്യ എന്ത് ചെയ്യണം? നമുക്ക് നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി തന്നു എന്ന് കരുതുക. അപ്പൊ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതങ്ങനെ തന്നെ കഴിക്കുകയാണോ ചെയ്യേണ്ടത്? അല്ല, നല്ല ഭക്ഷണമാണ്. ഇതിനാണ് മുജാമല എന്ന് പറയാം. നമ്മൾ ഭംഗി വാക്കുകൾ പറയുമല്ലോ, അതാണ് മുദാറാത്ത് കൊണ്ടുള്ള ഉദ്ദേശം. അഥവാ നമ്മൾ ദാമ്പത്യ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് എന്ത്? ഈ മുജാമല, മുദാറാത്ത് എന്ന് പറയുന്നത്. അഥവാ ഏത് കാര്യം, ഇപ്പോ ഒരു ഭാര്യ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരികയാണ്, ജസാക്കുമുല്ലാഹു ഖൈറൻ അദ്ഖലകില്ലാഹുൽ ജന്ന, എന്താ അല്ലാഹ് നിന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ, അല്ലാഹ് നിന്നെ തൊട്ട് തൃപ്തിപ്പെടട്ടെ. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അവളോട് പറയാം. ഇത് സ്വാഭാവികമായിട്ടും നമ്മള് ദാമ്പത്യ ജീവിതത്തിൽ എന്ത് വർദ്ധിപ്പിക്കും? നമ്മള് ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹം വർദ്ധിപ്പിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരാൾക്ക് നമ്മളെ ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും സൗഭാഗ്യകരമായി നമുക്ക് ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ സ്വഭാവം. ഈ പറഞ്ഞ സ്വഭാവം ഇതെന്താണ്? ഉലമാക്കൾ പറയുന്നതായി കാണാം, അസാസാണ്, അടിസ്ഥാനാണ്. ഇതിന്റെ ദാമ്പത്യ ജീവിതത്തിന്റെ എന്താണ്? അടിസ്ഥാനത്തിൽപ്പെട്ട ഒരു കാര്യമാണ് ഈ മുജാമലന്റെ വാക്കുകൾ, നല്ല ഭംഗി വാക്കുകൾ പറയാന്നുള്ളതും. അതുപോലെ തന്നെ നമ്മൾ മുന്നേ സൂചിപ്പിച്ചിരുന്നു തഗാഫുൽ. എന്താണ് തഗാഫുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അശ്രദ്ധ നടിക്കുക. അശ്രദ്ധനാകുക എന്നുള്ളതല്ല, രണ്ടാണ്. അശ്രദ്ധ നടിക്കുക. എന്താ അശ്രദ്ധ നടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മളൊരു കാര്യം കാണുകയും എന്നിട്ട് അത് കണ്ടില്ല എന്ന് നടിക്കുകയും ചെയ്യാം. അത് നല്ലൊരു ഉണ്ടാകേണ്ട സ്വഭാവമാണ് തഗാഫുൽ. അഥവാ ചെറിയ ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, മനുഷ്യ സഹജമായി സംഭവിക്കുന്ന തെറ്റുകൾ ഉണ്ടാവും. ആ തെറ്റുകൾക്കെല്ലാം നമ്മൾ ഓൺ ദ സ്പോട്ടിൽ മറുപടി കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അത് ഈ ഹദീസിൽ നിന്ന് നമുക്ക് വ്യക്തമായാൽ പിന്നെ നമ്മളെ ജീവിതം എന്തായിരിക്കും? വളരെ മനോഹരമായിരിക്കും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അൻ സമുറത ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് സമുറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നൽ മർഅത ഖുലിഖത് മിൻ ദിലാഅ്, തീർച്ചയായും സ്ത്രീകളെ പടക്കപ്പെട്ടത് ദിലാഇൽ നിന്നാണ്, അഥവാ വളഞ്ഞ ഒരു എല്ലിൽ നിന്നാണ് അവരെന്ത് ചെയ്തത്? പടക്കപ്പെട്ടത്. ഫഇൻ അഖംതഹ കസർതഹ, അതിനെ നീ നേരെയാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ, അതിനെ ഞാൻ നേരെയാക്കിയിരിക്കും എന്ന് പറഞ്ഞ് ആ വളഞ്ഞ എല്ലിനെ നീ നേരെയാക്കി ആക്കാൻ നോക്കിയാൽ എന്താ ഉണ്ടാകാന്? അത് കസർതഹ, നീ അതിനെ പൊട്ടിച്ചു കളയും, അത് പൊട്ടിപ്പോവും. അഥവാ ചില ഉലമാക്കൾ പറഞ്ഞതായി കാണുന്നത് കെസ്റുഹ തലാഖുഹ, അത് പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കൊണ്ടെത്ത എവിടത്തേക്കാണ്? ത്വലാഖിലേക്കായിരിക്കും. ഫദാരിഹ തഇശ് ബിഹ, അതുകൊണ്ട് ഫദാരിഹ നമ്മൾ ഈ പറഞ്ഞത് ഏതാണ്? മുദാറാത്ത്, മുജാമലയുടെ വാക്കുകൾ പറയുക. അതുപോലെ തന്നെ എന്താണ്? തഗാഫുൽ നടിക്കുക, കണ്ടില്ല എന്ന് നടിക്കുക. ഇത് എന്തിനെ പറ്റിയിട്ടല്ല പറയുന്നത് ഇവിടെ. വ്യക്തമായ ഹറാമ് ചെയ്താല് അത് കണ്ടില്ല ചെയ്തോട്ടെ, അതല്ല, മറിച്ച് മനുഷ്യ സഹജമായി സംഭവിക്കുന്ന തെറ്റുകൾ ഉണ്ടാവും. ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ചില വസ്ത്രങ്ങൾ നമ്മളിപ്പം പുറത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച വസ്ത്രം ചിലപ്പോ അലക്കി കിട്ടിക്കൊള്ളണമെന്നില്ല, വേറൊരു ഡ്രസ്സായിരിക്കും ഇപ്പൊ ഉണ്ടാവാൻ. അപ്പൊ നീ എന്താ ആ ഡ്രസ്സ് അലക്കാണ്ടുന്നത് എന്ന് പറഞ്ഞ് ചൂടാന്നതിന് പകരം സാരമില്ല, ഞാൻ ഇത് ഇട്ടോളാം, ജസാക്കില്ലാഹു ഖൈറൻ, ഖലാസ്,
എന്ത് മനോഹരമായിട്ട് അവിടെ ആ പ്രശ്നം വലിയൊരു പൊട്ടിത്തെറി നടക്കേണ്ടത് അവിടെ സിമ്പിളായിട്ട് കഴിഞ്ഞു. ഈ ഹദീസ് പറഞ്ഞപ്പോഴാണ് ഷെയ്ഖ് അബ്ദുൽ റസാഖ് അൽ ബദർ ഹഫിളഹുള്ള അദ്ദേഹം ഒരു ദർസിൽ പറയുന്നതായി കേട്ടിട്ടുണ്ട്. എന്താണ്? ഷെയ്ഖ് ഇബ്നു ബാസിൽ നിന്ന് ഉദ്ധരിക്കുന്നതാണ്. ഒരാള് ഷെയ്ഖ് ഇബ്നു ബാസിനെ എന്ത് ചെയ്യാണ്? ഫോണ് വിളിക്കാണ്. ഷെയ്ഖ് ഇബ്നു ബാസിനെ ഫോണ് വിളിച്ചിട്ട് പറയാണ്, എന്താണ് വിഷയം? ഇവര് തലാഖായി, കല്യാണം കഴിഞ്ഞ് ആകെ എത്ര ആയിട്ടേ ഉള്ളൂ? കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായിട്ടേ ഉള്ളൂ എന്നാണ് ഷെയ്ഖ് അബ്ദുൽ റസാഖ് അൽ ബദർ ഹഫിളഹുള്ള പറയുന്നത്. അപ്പോ ഷെയ്ഖ് ഇബ്നു ബാസിനെ ഒരാൾ ഫോൺ വിളിച്ചു, റഹിമഹുള്ള, ഒരു യുവാവാണ്. ആ യുവാവ് വിളിച്ചിട്ട് പറയാണ്, ഞാനിങ്ങനെ ഒരു ഭക്ഷണത്തിന്റെ വിഷയത്തിലാണ് അത്രേ അവര് തലാഖായത്. ചിന്തിച്ചു നോക്കണം നിങ്ങൾ. ഏതൊരു ഭക്ഷണത്തിന്റെ വിഷയത്തില് അവരെന്ത് ചെയ്യാണ്? ത്വലാഖില് എത്തി എന്നാണ് പറയുന്നത്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. അത് നമ്മൾ ഓരോ യുവാക്കളും അതുപോലെ തന്നെ കല്യാണം കഴിച്ച ആളുകളും ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന ആളുകളും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഷെയ്ഖ് അബ്ദുൽ റസാഖ് അൽ ബദർ ഹഫിളഹുള്ള പറയുന്നത്. എന്താണ് ആ വാക്ക്? യബ്നി അദ്ദുന്യ മാ ഫിഹാ ഹൂറുൻ ഐൻ. എന്താണ് വാക്ക്? യബ്നി അദ്ദുന്യ മാ ഫിഹാ ഹൂറുൻ ഐൻ. അന്ന് 3 തവണ ആവർത്തിച്ച് പറഞ്ഞു എന്നാണ്. അഥവാ എന്റെ പൊന്നുമോനെ, ദുനിയാവിൽ ആരില്ല? ഹൂറുൻ ഐനുകളില്ല. അഥവാ നമുക്ക് എല്ലാം കൊണ്ടും തൃപ്തിപ്പെടാൻ പറ്റിയ ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ നമ്മള് ഈ ഹദീസ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഏതാണ് ഈ ഹദീസ്? അവരെ പഠിച്ചത് തന്നെ ലീല വളഞ്ഞ വില്ലിൽ നിന്നാണ്. അപ്പോ അവർക്ക് എന്തുണ്ടാവാം? പോരായ്മകൾ ഉണ്ടാവും എന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കല്യാണം കഴിക്കുന്നതിന് മുന്നേ അങ്ങ് ചിന്തിക്കണം. എന്നാൽ നമ്മളെ കല്യാണ ദാമ്പത്യ ജീവിതം എന്താവും? എളുപ്പമാവും. ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എന്താണ്, നമ്മളെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കാം. നമ്മളെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കാം. ഇപ്പൊ പുരുഷന്മാരായ നമ്മളുണ്ടല്ലോ, നമ്മള് സഹാബിസ്ത്രം പോലെയാണോ? എന്നിട്ടല്ലേ നമ്മളെ ഭാര്യ സഹാബി വനിതകളെ പോലെ ആകുന്നതിനെ പറ്റി ചിന്തിക്കേണ്ടത്? അത് നമ്മളെ അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മള് ആരും ഇല്ലാത്തപ്പോൾ ഉള്ളൊരു നമ്മളുണ്ടല്ലോ, അപ്പോഴെന്താ നമ്മളെ അവസ്ഥ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. എല്ലാം ഒരാൾ ഇങ്ങനെ കരുതാണ്, ഇല്ല ഞാനിവളെ നന്നാക്കിയിട്ടേ അടങ്ങൂ, ഇവളെ എല്ലാ പ്രശ്നങ്ങളും തീർത്ത് 100% ഞാൻ നേരെ അവളെ വരച്ച വരയിൽ ഞാൻ നിർത്തും എന്നൊരുത്തൻ ചിന്തിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ പോലെ കസർതഹ, എന്തുണ്ടാവും? അത് പൊട്ടിപ്പോവും. അഥവാ അത് ത്വലാഖിലേക്ക് എത്തും. ഇത് നമ്മള് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഷെയ്ഖ് അബ്ദുൽ റസാഖ് അൽ ബദർ തന്നെ പറയുന്നതായി കാണാം. ഇത് ജനങ്ങളോട് നമ്മൾ പെരുമാറുമ്പോൾ ഈ രൂപത്തിൽ തന്നെ പെരുമാറണം എന്നുള്ളതാണ്. അഥവാ എല്ലാവരും ഒരേ മുസ്തവയിലുള്ള ആൾക്കാരാണ്, എല്ലാവരും ഒരേ സ്വഭാവം, എല്ലാവരും നമ്മളോട് നല്ല രൂപത്തിലുള്ള സംസാരം, വളരെ മനോഹരമായ രൂപത്തിലുള്ള ഇടപഴകൽ, ഇതന്നെ നമുക്ക് ഈ ദുനിയാവിൽ കിട്ടിക്കൊള്ളുന്നുണ്ടോ? ഒരിക്കലും കിട്ടൂല. കാരണം ഇത് സ്വർഗമല്ല. കാരണം സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാലാണ് ആളുകളുടെ മനസ്സിൽ നിന്ന് വിദ്വേഷവും പകയൊക്കെ എടുത്ത് നീക്കിക്കളയാം. അപ്പൊ അതിന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ദുനിയാവിൽ എന്തായിരിക്കും? ഈ പറഞ്ഞ രൂപത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവും. ചില ആളുകളുടെ സ്വഭാവം എന്തായിരിക്കും? നമുക്ക് പിടിക്കാത്തതായിരിക്കും. അപ്പൊ നമ്മൾ അതിനോട് ഇരട്ടി ചൂടായി പെരുമാറിയാല് നമുക്ക് തന്നെ മനസ്സിന് സലാമത്ത് ഉണ്ടാവില്ല. മറിച്ച് നമ്മൾ എന്ത് ചെയ്യാ? കുറെ കണ്ടില്ല എന്ന് നടിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആരെങ്കിലും മിണ്ടാതിരുന്നതിന്റെ പേരില് ഖേദിച്ചിട്ടുണ്ടാവും? അഥവാ ഒരു സ്ഥലത്ത് അവിടെ ഞാൻ അതെങ്ങനെ, അഥവാ തിന്മന്റെ വിഷയമല്ല പറയുന്നത്, ഈ പറഞ്ഞതുപോലെ മനുഷ്യ സഹജമായി സംഭവിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ മിണ്ടാതിരുന്ന് നോക്ക്, നമുക്ക് ഒരിക്കലും ഖേദിക്കേണ്ടി വരില്ല. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ റസൂലിന് തന്നെ സംഭവം എടുത്തു നോക്ക്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മറ്റൊരു സംഭവം, അഥവാ മറ്റൊരു ഭാര്യ ഭക്ഷണമായി വന്നപ്പോ പ്ലേറ്റ് തട്ടുകയും ആ ഭക്ഷണം വീണ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. റസൂൽ അവിടെ ഒരൊറ്റ അക്ഷരം മിണ്ടിയിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു അക്ഷരം റസൂൽ മിണ്ടിയിട്ടുണ്ടോ? കാരണം ആളുകളുണ്ട് അവിടെ, എന്താണ്, ധാരാളം ആളുകള് റസൂലിന്റെ അടുക്കലേക്ക് വന്നിട്ടുണ്ട്. അവിടുന്നാണ് ഈ സംഭവം നടക്കുന്നത്. റസൂൽ ഒരൊറ്റ വാക്ക് മിണ്ടിയിട്ടില്ല. എന്താണ് പറഞ്ഞത് അവരോട്? അവിടെ ഉണ്ടായിരുന്ന ആളുകളോട്, നിങ്ങളുടെ ഉമ്മ കുറച്ച് ദേഷ്യത്തിലാണ് എന്ന് മാത്രം പറഞ്ഞു. അവിടെ റസൂൽ എന്ത് ചെയ്യാണ്? ഒരു വാക്കും മിണ്ടാണ്ട് റസൂൽ തന്നെ അവിടെ ഇരിക്കാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, അവിടെ ശരിക്കും നമ്മളാച്ചാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്തായിരിക്കും അവസ്ഥ? എന്താ കോമൺ സെൻസ് ഇല്ല? ആളുകളെ മുമ്പെന്നാണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് വെച്ചിട്ട്, അല്ലെ? സത്യസന്ധമായിട്ടൊന്ന് ചിന്തിച്ചു നോക്ക്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉത്തമമായ മാതൃകയുണ്ട്. ഇതൊക്കെ പിടിച്ചു വെക്കാൻ പറ്റണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മറ്റൊരു ഹദീസിൽ പറഞ്ഞിട്ടില്ലേ, ലൈസ ശദീദു ബിസുറ, എന്താണ് യഥാർത്ഥ ശക്തിമാൻ എന്നാൽ യുദ്ധത്തിൽ മലർത്തി അടിക്കുന്നവനല്ല, മറിച്ച് ഇന്നമ ശദീദുൽ ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്, ദേഷ്യം വരുമ്പോ അവന്റെ സ്വന്തത്തെ തന്നെ ശരീരത്തിനെ തന്നെ
പിടിച്ചു വെക്കാൻ സാധിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ആര്, യഥാർത്ഥ ശക്തിമാൻ. അല്ലെങ്കിലും എപ്പോഴും ചൂടാകുന്ന ഒരാൾക്കും വില ഉണ്ടാവില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, നിങ്ങളെ ജീവിതത്തിൽ തന്നെ അങ്ങനെ ഒരാളുണ്ടാവും, എപ്പോഴും ചൂട്, എപ്പോഴും ചൂട്. അപ്പോ ആളുകൾ എന്താ പറയാ, ഇവരങ്ങനെ തന്നെ എപ്പോഴും ചൂടാണ്. പക്ഷെ നേരെ തിരിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക, എപ്പോഴും നല്ല മാന്യമായി പെരുമാറുന്ന ഒരാള് ഒരു ദിവസം ചൂടായിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ജീവിതകാലം മുഴുവൻ നമുക്കത് ഓർമ്മ ഉണ്ടാവും, അല്ലെ? ചില ആളുകളെ പറ്റി പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഒരു പ്രാവശ്യം ഞാൻ ചൂടാകുന്നത് കണ്ടത്, പക്ഷെ ആ ചൂടാവലുണ്ടല്ലോ അത് വല്ലാത്തൊരു ചൂടാവലായിരുന്നു എന്ന രൂപത്തിൽ പറയുന്നതായിക്കാണ്. അല്ലെങ്കിലും അറബിയിൽ പൊതുവെ പറയപ്പെടാറുണ്ട് ഇത്തഖു ഗളബൽ ഹലീം, വിവേകശാലിയുടെ ദേഷ്യപ്പെടൽ നിങ്ങൾ എന്ത് ചെയ്യണം, സൂക്ഷിക്കണം എന്ന് പൊതുവെ പറയപ്പെടാറുണ്ട്. അഥവാ ചുരുക്കി പറഞ്ഞാൽ നമ്മള് എന്താണ് ഈ ഒരു കാര്യം മനസ്സിലാക്കണം. അഥവാ നമ്മളെ ഭാര്യമാർ അല്ലെങ്കിൽ നമ്മൾ കല്യാണം കഴിക്കുന്ന ആളുകൾക്ക് എന്തുണ്ടാവും, പോരായ്മകൾ ഉണ്ടാവും. അതുകൊണ്ടാണ് റസൂൽ ഈ കാര്യം പറഞ്ഞത്, ഇല്ല വളഞ്ഞൊരെല്ലിൽ നിന്നാണ് എന്ത് ചെയ്തത്, അവരെ പടക്കപ്പെട്ടത്. ഈ ഒരു കാര്യം സ്ത്രീകളും മനസ്സിലാക്കണം, ഈ ഒരു കാര്യം സ്ത്രീകളും മനസ്സിലാക്കണം. ദിലായിൽ നിന്നാണ് ഉണ്ടായത്, അതുകൊണ്ട് ഞാൻ കുറെ ശരിയാവാനുണ്ട് എന്നുള്ള കാര്യം ആരും ശരിയാക്കണം, സ്ത്രീകളും ശരിയാക്കണം, പ്രത്യേകിച്ച് അവരുടെ നാവ്. കാരണം പൊതുവെ റസൂൽ സല്ലല്ലാഹു ഇത് നിങ്ങളെ ഒരിക്കലും സ്ത്രീകളെ ഞാൻ എന്ത് ചെയ്യുന്നല്ല, മോശമാക്കി പറയുന്നല്ല, വല്ലാഹി അല്ല. മറിച്ച് എന്താ, റസൂല് പറഞ്ഞ കാര്യമാണ് എന്ത്, അവര് ധാരാളമായിട്ട് എന്ത് ചെയ്യാറുണ്ട്, നിഷേധിക്കും. നന്മകൾ ചെയ്തു കൊടുത്താൽ അല്ലെങ്കിൽ നിങ്ങൾ പണ്ടെങ്ങനെയാ എന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ വരും. അത് നമ്മൾ മാറ്റിയെടുക്കാൻ നോക്കണം, പറ്റൂലേ? തീർച്ചയായിട്ടും പറ്റും, തീർച്ചയായിട്ടും പറ്റും. അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യാം, അല്ലാഹുമ്മ അഹ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുലുഖി, അള്ളാഹുവേ നീ എന്റെ സൃഷ്ടിപ്പിനെ നന്നാക്കിയിട്ടുണ്ട്, എന്റെ സ്വഭാവത്തിനെ നീ നന്നാക്കണേ. അള്ളാഹിനോട് കാണുകയാണ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എന്ത് തരും, അതിനുള്ള ഉത്തരം തരും. അതുകൊണ്ട് നമ്മൾ സ്ത്രീകളെന്ന് ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ ഈ ഒരു കാര്യം നോക്കിയാൽ മതി. അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് ഈ രൂപത്തിലാണ് നമ്മളെ പറ്റി പറഞ്ഞത്. അപ്പൊ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ആ സ്വഭാവം മാറ്റിയെടുക്കാൻ നോക്കണം. മനസ്സിലായില്ലേ? ബാറക്കല്ലാഹു ഫീക്കും. അപ്പോ ഈ ഹദീസ് അഥവാ സ്ത്രീകളെ പടച്ചത് ഈ പറഞ്ഞ രൂപത്തിൽ വളഞ്ഞൊരെല്ലിൽ നിന്നാണെന്ന് പറഞ്ഞ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, വഫിൽ ഹദീസി അന്നദ്ബു ഇലൽ മുദാറാത്തി ലിസ്തിമാലത്തി നുഫൂസി വതഅല്ലുഫിൽ ഖുലൂബ്. ഈ ഒരു സ്വഭാവം ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞ മുജാമല അഥവാ നമ്മൾ ചില കാര്യങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുക, ഇനി ചെയ്ത കാര്യങ്ങളിൽ അവരെ പ്രശംസിക്കുക, അതുപോലുള്ള ഭംഗി വാക്കുകൾ പറയാന്നുള്ളത് അത് നദ്ബാണ്, സുന്നത്തായ കാര്യങ്ങളാണ്. മാത്രല്ല ഹൃദയങ്ങൾക്കിടയിൽ ഇണക്കമുണ്ടാക്കാൻ സഹായിക്കുന്ന കാര്യമാണ് എന്ത്, ഈ രൂപത്തിലുള്ള സംസാരങ്ങൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മള് ഇനിയിപ്പോ ഇത് ഭാര്യമാരുടെ ജീവിതത്തിൽ മാത്രമല്ല, കല്യാണം കഴിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഉമ്മമാർ നമുക്ക് കഷ്ടപ്പെട്ട് ഭക്ഷണം ഉണ്ടാക്കി തരുന്നുണ്ട്. ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോ എന്താണ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതങ്ങനെ തന്നെ എടുത്ത് തിന്നാ ചെയ്യേണ്ടത് അല്ല. ഉമ്മാനോടൊരു വാക്ക് പറയാം, ഉമ്മ മാഷാഅല്ലാഹ് നിങ്ങൾ ഇന്ന് ഉണ്ടാക്കിയ ഭക്ഷണം ഉണ്ടല്ലോ വളരെ രുചിയുള്ളതാണ് എന്നൊരു വാക്ക് പറഞ്ഞാൽ ഉമ്മാക്ക് കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ. നിങ്ങൾ സത്യസന്ധമായിട്ട് ആലോചിച്ച് നോക്കുക, ഇത്രയും കൊല്ലായി ഏതെങ്കിലും തവണ ഈ രൂപത്തിൽ സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ആലോചിച്ച് നോക്കുക. ഉമ്മ ഇത്രയും ഭക്ഷണം ഉണ്ടാക്കി തന്നിട്ടും ഞാനൊരു തവണയെങ്കിലും ഈ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. അപ്പൊ എന്ത് ചെയ്യാ, ജനങ്ങളോടായാലും അവര് നമുക്ക് എന്തെങ്കിലും നന്മ ചെയ്തു തന്നാലും നമ്മള് തിരിച്ചൊരു വാക്കും പറയാണ്ട് അങ്ങനെ നിന്ന് കഴിഞ്ഞാല് സ്വാഭാവികമാണ്, മനുഷ്യന്മാരാണ്, അവര് വിചാരിക്കും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തിട്ടോ അവനൊരു വാക്കുപോലും പറഞ്ഞില്ലാലോ എന്നുള്ളത് എന്ത് ചെയ്തേക്കാം, മനസ്സിൽ വന്നേക്കാം. ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, അൽ മുദാറാത്തു നിസ്ഫുൽ അഖൽ, ഒരു ബുദ്ധിമാന്റെ പകുതിയോളം ഭാഗമാണ് എന്ത്, ഈ പറഞ്ഞ രൂപത്തിലുള്ള ഈ രണ്ട് സ്വഭാവം. അഥവാ നല്ല നല്ല വാക്കുകൾ പറയും ഒരു കാര്യം ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ എന്ന് ചില സലഫുകൾ പറയാറുണ്ടെന്ന് പറഞ്ഞിട്ട് ഹസനുൽ ബസ്രി പറയാണ്, അഥവാ നിസ്ഫുൽ അഖൽ ബുദ്ധിമാന്റെ പകുതിയാണ് എന്ന്. വഅന അഖൂലു ഹിയ അൽ അഖ്ലു കുല്ലുഹു, ഞാൻ പറയാണെന്ത്, ബുദ്ധിമാന് മുഴുവനായിട്ടും എന്താണ് ഈ പറഞ്ഞ സ്വഭാവം ഉണ്ടാകുന്നതാണ്. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കാം, നമ്മളെ കീഴിലുള്ള ആളുകളാണെങ്കിൽ തന്നെ നമുക്കൊരു ഇപ്പോ ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും, നമുക്കൊരു ഉപകാരം ചെയ്തു തന്നാൽ അവരോട് പ്രശംസനീയമായ വാക്കുകൾ പറയാ, അതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് നല്ല കാര്യമാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ കളവ് പറയാന്നുള്ളത് എന്താണ്, ഹറാമായ കാര്യമാണ്. കളവ് പറയാന്നുള്ളത് ഹറാമായ കാര്യമാണ്. പക്ഷേ ദാമ്പത്യ ജീവിതത്തിൽ അത് ഹലാലായിട്ടുണ്ട് അല്ലെ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
ലാ യഹില്ലുൽ കദിബു ഇല്ലാ ഫി സലാസ്. മൂന്ന് സന്ദർഭങ്ങളിലാണെന്ത് അനുവദനീയം, കളവ്. അതിൽ ഒന്നാമത്തത് ഏതാണ്? യുഹദ്ദിസു റജുലു ഇംറഅതഹു ലിയുർദിയഹ. തന്റെ ഭാര്യയോട് അവളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചില സമയങ്ങളിൽ എന്ത് ചെയ്യേണ്ടി വരും? കളവുകൾ പറയേണ്ടി വരും. ഇത് ജായിസാണ്, ഹലാലായതാണ്. ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത് ആരാണ്? തിർമിദി റഹിമഹുല്ല. അദ്ദേഹം റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്, സഹീഹാണ്. ഷെയ്ഖ് അൽബാനി സഹീഹാക്കിയതാണ്. ഒരുപക്ഷെ ആളുകൾക്ക് തെറ്റിദ്ധാരണ വന്നേക്കാം, അതുകൊണ്ടാണ് പറഞ്ഞത്. അഥവാ അത് എന്തുകൊണ്ടാണ് അത് ജായിസാക്കിയത്? അത് ജായിസാകാനുള്ള കാരണം ഫി അസ്ലിഹി മിൻ കബായിർ ദുനൂബ്, അത് അടിസ്ഥാനത്തിൽ എന്താണ്? വൻപാപാണ്. ലാക്കിൻ, പക്ഷേ ഇവിടെ എന്താണ്? രണ്ട് ഭാര്യമാർക്കിടയിൽ, രണ്ട് ഭാര്യമാർക്കല്ല, ഭർത്താവിനും ഭാര്യക്കും ഇടയിൽ അവര് തമ്മിൽ സുൽഹുണ്ട്. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കുന്നതിലപ്പുറമാണ്. രണ്ടാളുകൾ തമ്മിൽ തെറ്റാന്ന് പറയുമ്പോൾ, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റാന്ന് പറയുമ്പോൾ അത് ചില്ലറ കാര്യമല്ല. അത് നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമാണ്. ഇത് തമാശ കളിയല്ല ഈ കല്യാണം എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഷെയ്ത്താൻ, നിങ്ങൾ ഒരു പക്ഷെ കേട്ട ഹദീസായിരിക്കും, ഷെയ്ത്താൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ? അഥവാ നാളെ ഷെയ്ത്താന് അവന്റെ അർശിന്റെ, ഷെയ്ത്താൻ എന്തുണ്ട്? ഒരു അർശുണ്ട്. അവരെന്ത് ചെയ്യും? അവന്റെ അർശിന്റെ മുകളിൽ ഇരുന്നുകൊണ്ട് ഓരോരോ ആളുകൾ എന്ത് ചെയ്യും? വിളിച്ചിട്ട് ചോദിക്കും, നീ ഇന്നെന്താണ് ചെയ്തത്, നീ ഇന്ന് എന്താണ് ചെയ്തത്, ഇങ്ങനെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടോ? അയ്യോ, അതെന്താ അറിയില്ല, പെട്ടെന്ന് കട്ടായി പോയി. എന്താണ്? ഓരോരോ ആളുകളെ വിളിച്ചിട്ട് പറയും എന്ത്, നീ എന്തെന്നാണ് ചെയ്തത്. അപ്പൊ പറയും ഇന്ന് ഇന്ന കാര്യങ്ങൾ, ഇന്ന് ഇന്ന കാര്യങ്ങൾ, ഇങ്ങനെ 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 ഓരോന്ന് പറയും. അവസാനം അവരൊരു പൈപ്പ് എന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല എന്നുള്ള രൂപത്തിൽ പറയും. പക്ഷെ വേറൊരു ശൈത്താനിൽപ്പെട്ട ഒരുത്തൻ എന്ത് ചെയ്യും? വന്നിട്ട് പറയും എന്താണ്, ഞാനിന്ന് ഒരു ഭാര്യനെയും ഭർത്താവിനെയും തമ്മിൽ തെറ്റിച്ചു എന്ന് പറയുമ്പോ ആ ശൈത്താന് സന്തോഷത്താൽ ആ തെറ്റിച്ചവന്റെ അടുത്ത് പോയിട്ട് ഭയങ്കര പുകയറ്റിക്കൊണ്ട് സംസാരിക്കും. അപ്പൊ ആലോചിച്ച് നോക്കി നിങ്ങള്, ഇത് വല്ലാഹി തമാശ കളിയല്ല. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാലേ, കല്യാണം കഴിക്കുന്നതിന് മുന്നേ നല്ലോണം ആലോചിക്കുക. ഈ ചില ആളുകൾ സുബ്ഹാനല്ലാഹ് ഇസ്തിഖാറ എന്ന് പറയുന്ന ഒരു നിസ്കാരമുണ്ട്, അറിയോ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പല ആളുകളും. പക്ഷെ അത് അമലാക്കുന്ന ആളുകൾ വളരെ വിരളാണ്, വളരെ വിരളാണ്. നമ്മൾക്ക് ഒരു കാര്യം തിരഞ്ഞെടുക്കാൻ ഇപ്പൊ ഒരു കാര്യമുണ്ട്, അതിൽ ഇത് ഞാൻ ചെയ്താൽ ശരിയാവോ ഇല്ലയോ എന്ന് നമ്മൾ സംശയത്തിലാണ് എങ്കിൽ നമുക്ക് നിസ്കരിക്കണ്ടേ? കാരണം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞാലും ഒരാള് നിസ്കാരം, ആ ഇസ്തിഖാറ നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെന്താണ്? പിന്നെ അവനക്ക് ഏതാണോ ഖൈറായത് അതിലേക്ക് അവനക്ക് വഴി കാട്ടപ്പെടുന്നതാണ്. അതുകൊണ്ട് നമുക്കൊരാലോചന വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതുപോലത്തെ കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇസ്തിഖാറ നിസ്കരിച്ചുകൊണ്ട് ഒന്ന് 2-3 ആൾക്കാരോട് അന്വേഷിക്കണം. ചില ആളുകൾ സുബ്ഹാനല്ലാഹ് എടുത്തുചാട്ടം തന്നെ വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാം, അതങ്ങനെ തന്നെ പറയണം. എന്താണ്? ചെറിയ പ്രായത്തിൽ ഒരുപക്ഷെ 20-21 വയസ്സിൽ കല്യാണം കഴിക്കാനുള്ള ഒരു എന്താ പറയാ അമിതമായ ആഗ്രഹം കൊണ്ട് എന്ത് ചെയ്യും? എടുത്തിയാടിയിട്ട് എനിക്കിപ്പോ മൊഞ്ചൊന്നും നോക്കേണ്ട പ്രശ്നമൊന്നുമില്ല, ഞാൻ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞ രൂപത്തിൽ എന്ത് ചെയ്യും? അങ്ങനത്തെ ഇതൊന്നും നോക്കാണ്ട് പോയിട്ട് കെട്ടും. പിന്നെന്താ ഉണ്ടാവുക? താരതമ്യേന ഇത് നമ്മളെ മരണം വരെ നമ്മളെ കൂടെ ഉണ്ടാവേണ്ട ആളാണ്. ഇതൊന്നും നോക്കാണ്ട് കെട്ടി പിന്നെ അതാ തുടങ്ങുകയാണ് പ്രശ്നങ്ങൾ. അതുകൊണ്ട് സഹോദരങ്ങൾ, നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കാര്യം ഞാൻ അതിലേക്ക് ഒന്നുകൂടിയും ആവർത്തിച്ച് മടങ്ങി ചെല്ലുകയാണെന്ത്, ഈ കല്യാണ ജീവിതം, ദാമ്പത്യം എന്നുള്ളത് ഇബാദത്താണ്. മാത്രല്ല ഒരു കാരണവും ഇല്ലാണ്ട് നമ്മൾ ഒരാളെ ഒഴിവാക്കുകയാണെങ്കിൽ അത് നമ്മളൊരു മുഅ്മിന്റെ മനസ്സിനെ വേദനപ്പെടുത്തുകയാണ്. അതിനൊരു പക്ഷെ നമുക്ക് ദുനിയാവിൽ തന്നെ അതിന്റെ വലിയ തിരിച്ചടികൾ ലഭിച്ചേക്കാം. കുറെ ഉദാഹരണങ്ങൾ നമ്മൾ കണ്ണോണ്ട് കണ്ടതാണ്. ഒരു കാര്യമില്ലാണ്ട് ഈ രൂപത്തിൽ ചെയ്ത ആളുകൾക്ക് ദുനിയാവിൽ തന്നെ പല എന്തും കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഉഖൂബത്ത്, അതിന്റെ ശിക്ഷ കിട്ടിയതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു കാരണമില്ലാണ്ട് ഒഴിവാക്കുകയും അതുപോലെ ചെയ്തത്. അതുകൊണ്ട് ഞാൻ നസീഹത്തിന്റെ ഭാവി പറയാണ്, നല്ലോണം ആലോചിച്ചിട്ട് തീരുമാനം എടുക്കേണ്ട വിഷയമാണെന്ത്, കല്യാണ ജീവിതം. പ്രത്യേകിച്ച് നിങ്ങൾക്ക് എന്താണ് നല്ല രൂപത്തിൽ നല്ല നല്ല ഉപദേശങ്ങൾ തരുന്ന ആളുകളോട് ചോദിക്കാം, ഇങ്ങനെയൊക്കെയാണ് സംഭവം, ഇന്നതാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല എന്തെങ്കിലും ഡയറക്ഷൻ തരും, അല്ലെങ്കിൽ നല്ല നസീഹത്ത് കാര്യങ്ങൾ തരും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാല്, ദാമ്പത്യ ജീവിതം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കളവ് വരെ ജായിസ് ആയിട്ടുണ്ട് എങ്കിൽ ആ ദാമ്പത്യ ജീവിതത്തിന്റെ ആ ഒരു കെട്ടുറപ്പ് എത്രത്തോളം ഉണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്.
കാരണം വൻപാപങ്ങളിൽപ്പെട്ട ഒരു കാര്യം എന്താണ് വലിയ മസ്ലഹത്തിന്റെ പേരിൽ അവിടെ ജായിസാണ്. ഇത് ഒരിക്കലും എന്തല്ല ഹറാമിനെ ഹലാലാക്കലല്ല, തെറ്റിദ്ധാരണ ഉണ്ടാവാൻ പാടില്ല. ഇത് ചില സാഹചര്യങ്ങളിൽ എന്തുണ്ടാവും, ഈ പറഞ്ഞ രൂപത്തിലുണ്ടാവും. വേറൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. മസ്ലഹത്ത് പരിഗണിച്ചുകൊണ്ട് ഹലാല് അപ്പൻ ഹറാമ് ഹലാലാകുന്നത്. ഒരു ഉദാഹരണം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? മസ്ലഹത്ത് പരിഗണിച്ചുകൊണ്ട് ഹറാമ് ഹലാലാകുന്നത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരു ഉദാഹരണം. കുറെ സന്ദർഭങ്ങളുണ്ട്. അല്ലെങ്കിൽ ലറൂറത്തിന്റെ അവസ്ഥ. ഇതിപ്പോ ഈ പറഞ്ഞത് എന്തായിരിക്കും? ലറൂറത്താണ്. ലറൂറത്ത് എന്ന് വെച്ചാൽ എന്താണ്? ഫുഡ് എന്താണ് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ല. ലറൂറത്ത് ഇവിടെ ഇപ്പൊ എന്താണ്? ലറൂറത്താണ്. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റരുത് എന്നുള്ളത് ലറൂറത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നിർബന്ധമായിട്ട് വേണ്ടതാണ്. അയ്യോ ഹംർ അല്ലേ? നമ്മളിപ്പോ മരിക്കാൻ പോകുമ്പോ നമ്മളെ മുന്നില് ഒന്നുമില്ല, കള്ളാണുള്ളത്. നമുക്ക് കുടിച്ചൂടെ? കുടിക്കാം. കള്ളതിന്റെ അസലെന്താണ്? കള്ളതിന്റെ അസലെന്താണ്? അടിസ്ഥാനം എന്താണ്? പിന്നെ അയ്യോ നിർബന്ധ അവസ്ഥയിൽ ഹറാം ഫുഡ് കഴിക്കാം. ഇതന്നെ. ഇനി നമ്മള് ദാമ്പത്യമായി ബന്ധപ്പെട്ടെന്ന് നോക്കി നോക്ക്. അന്യ സ്ത്രീകളെ കാണാന്നുള്ള എന്താണ്? ഹറാമല്ലേ? ഹറാമാണ്. പക്ഷെ അവിടെ പെണ്ണ് കാണുമ്പോ ആ ഹറാമായ കാര്യം പോവല്ലേ? ആലോചിക്കുങ്ങള്. അവിടെ ആ പെണ്ണ് കാണാന്നുള്ളത് ലറൂറത്തല്ലേ? ലറൂറത്താണ്. അവരെ കണ്ടിരിക്കണം. ഇവിടെ വേറെന്തൊക്കെ മെസ്സേജ് വരുന്നുണ്ട്. ഞാൻ ഇപ്പൊ നേരത്തെ ഇൻ മെസ്സേജസ് എടുത്തപ്പോഴാണ് ബാക്ക് എന്തായി പോയത്, കട്ടായി പോയത്. എന്താ പറയുന്നതെന്നുള്ളതൊന്ന് ആരെങ്കിലും പറഞ്ഞു തരണേ. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പം ചോദ്യം വന്നതെങ്കിൽ അർഷദ് ഒന്ന് ശ്രദ്ധിക്കണേ. പറഞ്ഞു. പറഞ്ഞൊക്കെ ശരിയാണ്. ഇപ്പൊ അത്യാവശ്യ സമയത്ത് നമുക്കിപ്പോ ഒരാള് മരിക്കാൻ കിടക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോ അവരെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും. ഇതൊക്കെ ലറൂറത്തിന്റെ അവസ്ഥകളാണ്. ബാറക്കല്ലാഹു ഫീക്കും. ഫൈൻ. പറഞ്ഞതുപോലെ തന്നെ പെണ്ണ് കാണുന്ന സമയത്ത് ഒരു പെണ്ണിനെ കാണാന്നുള്ള അസല അടിസ്ഥാനം എന്താ? ഹറാമാണ്. പക്ഷെ ലറൂറത്തിന്റെ അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യാണ്? അത് ഹലാലാണ്. ഈ പറഞ്ഞ രൂപത്തിലാണ്. അപ്പൊ ഒരിക്കലും എന്തല്ല ഹലാല് ഹറാമാന്നല്ല, മറിച്ച് ചില സാഹചര്യങ്ങളിൽ ഹറാം എന്താവും? ഹലാലാവും എന്നുള്ളതാണ്. അലാ കുല്ലി ഹാൽ നമ്മൾ പറഞ്ഞ ഈ സ്വഭാവം ഇത് ദാമ്പത്യ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. അഥവാ ഒരു കാര്യം നമ്മളെ ഭാര്യമാർ ചെയ്തു കഴിഞ്ഞാൽ അവരെ പ്രോത്സാഹിപ്പിക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളെ ചില ആളുകളുണ്ട്, ഭാര്യ എന്ത് ചെയ്യും? കഷ്ടപ്പെട്ട് ഓൺലൈനിൽ ചിലപ്പോ ഹിഫ്ളിന്റെ ചില ഹൽക്കുകളിൽ ചേർന്നിട്ടുണ്ടാവും. അവരൊരു ജുസ് പഠിക്കുന്നുണ്ടാവും, 2 ജുസ് പഠിക്കുന്നുണ്ടാവും. ഇവരിങ്ങനെ പഠിച്ചു പോകുന്നുണ്ടാവും. പക്ഷെ ഭർത്താവിനോട് പറഞ്ഞാലോ, പ്രത്യേകിച്ച് ഒരു ഭംഗിയുള്ള വാക്കുകളോ അതൊന്നും പറയില്ല. അതെന്ത് ചെയ്യൂല? പറയാൻ നിൽക്കൂല. ഇവരിത് ആഗ്രഹിക്കുന്നുണ്ടാവില്ല. പക്ഷെ നമ്മൾ പറയുന്ന ആ വാക്കുകളുണ്ടല്ലോ, അത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന സ്വാധീനം ചെറുതൊന്നും ആയിരിക്കൂല. നമ്മൾ പറയണം മാഷാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല നിന്നെ വലിയ ഹാഫിളത്താക്കട്ടെ, ആലിമത്താക്കട്ടെ, അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ നീ പഠിച്ച ആയത്തുകൾ അനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഇങ്ങനെ ദുആ നമുക്ക് എന്താ നഷ്ടപ്പെടാനുള്ളത്? ഞാൻ ചോദിക്കട്ടെ, എന്താ നഷ്ടപ്പെടാനുള്ളത്? ഇങ്ങനെ ദുആ ചെയ്ത് ഒരാൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്താൽ നമുക്ക് എന്താ നഷ്ടപ്പെടാനുള്ളത്? നമുക്ക് കുറെ ഖൈറാത്തുകൾ ഇങ്ങനെ ചെയ്തു തരുന്ന ഒരാള്, അവർക്ക് നമ്മൾ നല്ല നല്ല ദുആകൾ അവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെടാനുണ്ടോ? നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്ന് മാത്രമല്ല, അവർക്കും പ്രത്യേകം അള്ളാന്റെ ദുആക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് ഖൈറാത്തുകൾ ലഭിക്കും. മാത്രമല്ല ആ ദുആ ചെയ്തു എന്നുള്ള ഇബാദത്തിന് നമുക്കും കൂലി കിട്ടൂലേ? രണ്ടാക്കായാലും ഖൈറാണ്. അൽഹംദുലില്ലാ. അതുകൊണ്ട് ഈ പറഞ്ഞ സ്വഭാവം ചെയ്യാം നമ്മളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കാം. ആരെങ്കിലും മൈക്ക് ഓണായി പോയിട്ടുണ്ടോ? ഒരു ശബ്ദം ഇങ്ങനെ വരുന്നുണ്ട്. ബറക്കല്ലാഹു ഫീക്കും. ഇനി രണ്ടാമത്തെ അസ്ല് എന്താണ്? വളരെ മനോഹരമായ ഒരു അസ്ലാണ്. അൽ അസ്ലു അൽ ഹാദി അശർ. എത്രാമത്തേതാണ്? 11ാമത്തേത്. അല്ല, ഇപ്പൊ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? വ്യക്തമല്ലേ? ബറക്കല്ലാഹു ഫീക്കും. വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ഏതാണ്? അൽ അസ്ലുൽ ഹാദി അശർ മുറാഅതു അൽ മർഹലത്തിൽ ഉംരിയ ലിസൗജൈൻ. എന്താണ്? നമ്മൾ വയസ്സ് പരിഗണിക്കുക എന്നുള്ളതാണ്. ഭാര്യയുടേതായാലും ഭർത്താവിൻ്റെതായാലും
എന്ത് പരിഗണിക്കുക എന്നുള്ളതാണ്? അവരുടെ പ്രായത്തെ പരിഗണിക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ ചില ആൾക്കാർ തമ്മിൽ നല്ല എന്ത് വ്യത്യാസം ഉണ്ടാവും? വയസ്സ് വ്യത്യാസം ഉണ്ടാവും. ചില ആളുകൾ തമ്മിൽ നല്ല വയസ്സ് വ്യത്യാസം ഉണ്ടാവും. ചില ആളുകൾ ഒരു സമപ്രായക്കാരായിരിക്കും. ചില ആളുകൾ മൂത്ത ആളുണ്ടാവും, വളരെ അങ്ങനെയൊക്കെ സംഭവിക്കാം. ഷെയ്ഖ് പറയണം മിൻ ഫിഖ്ഹിൽ ഹയാത്തി സൗജിയ, ഒരാളുടെ എന്താണ് ഫിഖ്ഹിൽ പെട്ടതാണ്, അവന്റെ അറിവിൽപ്പെട്ട കാര്യമാണ്. മാത്രമല്ല നമ്മളെ ദാമ്പത്യ ജീവിതം മനോഹരമാകാൻ ഏറ്റവും നമ്മളെ സഹായിക്കുന്ന കാര്യമാണ് മുറാഅത്തു സിന്നി വൽ അഖ്ലി വൽ മർഹല. ഒരാളുടെ പ്രായം, അവരുടെ സമയം, അവരുടെ ആ ഒരു സമയമുണ്ടല്ലോ, പ്രായം, അവരുടെ ആ ഒരു കാലഘട്ടം, ഇതൊക്കെ പരിഗണിക്കുക എന്നുള്ളത്. കാരണം ഓരോ മർഹലയും, ഓരോ സന്ദർഭവും, ഓരോ സാഹചര്യവും അഥവാ വയസ്സിന്റേതാണ് പറയുന്നത്. ഇന്ന സമയം മുതൽ ഇന്ന, ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ 18 മുതൽ 25 വരെ, അല്ലെങ്കിൽ 25 മുതൽ 30 വരെ, ഈ എല്ലാ സ്ഥലത്തും നമ്മൾ പരിഗണിക്കപ്പെടേണ്ടതായ സാഹചര്യങ്ങളുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു കല്യാണം കഴിക്കുന്നത് ഒരു 19-20 വയസ്സുള്ള കുട്ടിനെയാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ക്രേസ് ഉണ്ടാകും, ചില ക്രാഫ്റ്റ് വർക്ക്സിനോട് ക്രേസ് ഉണ്ടാവും, അതുപോലെ ചിലപ്പോൾ കാലിഗ്രാഫിനോട് ക്രേസ് ഉള്ള ആളുകൾ ഉണ്ടാവും. നമ്മൾ കുറച്ച് പ്രായമുള്ള ആളാണെങ്കിൽ ചില കുട്ടിത്തരമല്ലേ, ഇതൊക്കെ ഒഴിവാക്കണ്ടേ, കല്യാണം കഴിഞ്ഞില്ലേ, ഇതെല്ലാം വിട്ടൂടെ എന്ന് പറഞ്ഞ് നമ്മള് 18 വയസ്സുള്ള ഒരു 19 വയസ്സുള്ള ഒരു പെൺകുട്ടിനെ ഒരു 30 വയസ്സുള്ള പെൺകുട്ടിന്റെ ബാധ്യതകൾ നമ്മൾ ഏൽപ്പിക്കാൻ പറ്റുമോ? ഇത് റസൂലിന്റെ ഹദിയിൽ പെട്ടതാണോ? ഇത് റസൂലിന്റെ സ്വഭാവത്തിൽ പെട്ടതാണോ? അല്ല. നോക്ക്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഭാര്യമാരുടെ വയസ്സ് പരിഗണിക്കാറുണ്ട്. അവിടുന്ന് ഭാര്യമാരുടെ വയസ്സിനെ പരിഗണിക്കാറുണ്ട്. നോക്ക്, ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഖാലത്ത് ഖദിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ ഗസ്വതി തബൂക്ക് ഔ ഖൈബർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തബൂക്ക് യുദ്ധത്തിലോ അല്ലെങ്കിൽ ഖൈബർ യുദ്ധത്തിലോ നിന്നോ മടങ്ങി വന്ന സമയത്ത് വഫീ സഹ്വതിഹാ സിത്റുൻ, എന്താണ് നമ്മളെ ഉമ്മറപ്പടി ഉണ്ടല്ലോ, ആ ഉമ്മറപ്പടിയിൽ ഒരു സിത്ർ, ഒരു കർട്ടൻ അല്ലെങ്കിൽ ഒരു മറ ഉണ്ട്. ഫഹബ്ബത്തി റീഹു ഫകശഫത് നാഹിയത സിത്രി അൻ ബനാതിൽ ആയിഷത ലുഅബ്. ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് ചില പെൺകുട്ടികളെ കൂടെ ഇങ്ങനെ കളിക്കുകയായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ഫഖാല മാ ഹാദാ യാ ആയിഷ, അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു ആയിഷ റളിയല്ലാഹു അൻഹയോട്, ഇതെന്താണ് ആയിഷ? ഖാലത്ത് ബനാതി, എന്ന് പറഞ്ഞത് എന്റെ പെൺമക്കളാണ്, അവിടെ ചെറിയ കളിക്കുന്ന സാധനങ്ങളുണ്ട്. വറഅ ബൈനഹുന്ന ഫറസൻ ലഹു ജനാഹാനി മിൻ റിഖാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ നോക്കുമ്പോൾ അതിന്റെ കൂടെ എന്തുണ്ട്? ഒരു കുതിരനെ കണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കുതിരയെ കണ്ടു. ആ കുതിരക്ക് എന്തുണ്ട്? ലഹു ജനാഹാൻ, 2 ചിറകുള്ള കുതിരയാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ കയ്യിലുള്ളത്. ഫഖാല മാ ഹാദല്ലദീ അറാ വസതഹുൻ, അല്ലയോ ആയിഷ, ഇതിന്റെ നടുവിൽ ഞാൻ കാണുന്ന കാര്യം എന്താണ്? ഖാലത്ത് ഫറസുൻ. ആയിഷ റളിയല്ലാഹു അൻഹ എന്താ പറഞ്ഞത്? അത് കുതിരയാണെന്ന് പറഞ്ഞു. അത് ഒരു കുതിരയാണെന്ന് പറഞ്ഞു. അപ്പൊ റസൂല് പറഞ്ഞു വമാ ഹാദല്ലദീ അലൈഹി, എന്താണ് അതിന്റെ മുകളിലുള്ളത്? ആ കുതിരന്റെ സൈഡ് ഭാഗത്തായിട്ട് എന്താണുള്ളത്? കുൽത്തു ജനഹാൻ, എന്താണ്? അതിന് 2 ചിറകാണുള്ളത്. ഖാല, അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ് ഫറസുൽ ലഹു ജനഹാൻ, കുതിരക്ക് ചിറകോ? 2 ചിറകുള്ള കുതിരയോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കാണ്. നിങ്ങൾ ആലോചിച്ചോക്കണം ശരിക്ക്. റസൂല് ഇവിടെ എന്താണ്, യുദ്ധം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ചോക്കെ, നമ്മള് പണി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോ നമ്മളെ ഭാര്യ ഇതേപോലെ എന്തെങ്കിലും സാധനം കൊണ്ട് ഇങ്ങനെ കളിക്കുമ്പോ നമ്മളെന്താ പറയാ, പണി കഴിഞ്ഞ് വരുമ്പോ നീ ഇവിടുന്ന് കുട്ടിക്കളി കളിക്കാണല്ലേ എന്ന് പറഞ്ഞ നമ്മള് ചൂടാകുന്ന അപ്പൻ ചൂടാകുന്ന ആ ഒരു രംഗം, ഇതെല്ലാം സത്യസന്ധമായ കാര്യങ്ങളല്ലേ. ഞാന് ഇതിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കണം. നമ്മൾ എപ്പോ പറയാറുണ്ട് നമ്മൾ റസൂലിനെ സ്നേഹിക്കുന്ന ആളുകളാണ്, നമ്മൾ റസൂലിനെ പിൻപറ്റുന്ന ആളുകളാണ്, റസൂല് എന്ന് 40 വട്ടം എന്താ പറയാ നമ്മള് ആവർത്തിച്ച് പറയും. പക്ഷെ നമ്മളെ ജീവിതത്തിൽ നമ്മൾ ശരിക്കും ചിന്തിച്ചു നോക്കണം, നമ്മളെ സ്വഭാവം ഇപ്പോഴും ആരുടെ സ്വഭാവമാണ്? നമ്മൾ പറച്ചിലിന് മാത്രം നബി സ്നേഹിയാണോ, മറിച്ച് നമ്മൾ ജീവിതത്തിൽ അതുപോലെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. പക്ഷെ ഇവിടെ തീർന്നില്ല. കാലത്ത് അപ്പൊ റസൂൽ എന്താ ചോദിച്ചത്? ഇവിടെ ചിറകുള്ള കുതിര എന്ന് ചോദിച്ചപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ, നോക്ക് ഇവിടെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഇൽമു കൂടിയാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. നോക്ക്, അമാ സമിഅത അന്ന ലി സുലൈമാന ഖൈലൻ ലഹാ അജ്നിഹ,
അല്ലയോ റസൂലെ, അങ്ങ് കേട്ടിട്ടില്ലേ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു കുതിരയുണ്ട്, ആ കുതിരക്ക് എന്തുണ്ട്, ചിറകുണ്ട് എന്ന് അങ്ങ് കേട്ടിട്ടില്ലേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കണം. നോക്ക്, ചെറിയ പ്രായമാണ് ആയിഷ റളിയല്ലാഹു അൻഹ, പക്ഷെ എന്നിരുന്നാലും അവരുടെ ഫിഖ് നോക്ക്, അറിവ് നോക്ക്. അള്ളാഹുവിന്റെ റസൂല് അവിടുന്ന് ആ കാര്യം ചോദിച്ചപ്പോ തെളിവായിട്ട് എന്ത് പറയാണ്, സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ ഒരു സംഭവം ഇവിടെ പറയാണ്. അപ്പോ ഇത് കേട്ടപ്പോ, അഥവാ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന് ചിറകുള്ള കുതിര ഉണ്ടല്ലോ എന്ന് കേട്ടപ്പോ فضحك رسول الله صلى الله عليه وسلم حتى رأيت نواجذه صلى الله عليه وسلم. ഇത് കേട്ടപ്പോ എന്താണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അണപ്പല്ല് കാണുവോളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിച്ചു എന്നാണ്. നോക്ക് സഹോദരങ്ങളെ, സുബ്ഹാനല്ലാഹ്, എത്ര മനോഹരായിരിക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെയുള്ള അവിടുത്തെ ഭാര്യമാരുടെ ജീവിതം. നമ്മൾ എത്ര സംഭവങ്ങളാണ് കേട്ടത്, അവിടുത്തെ ഭാര്യമാരുടെ റസൂൽ പരിഗണിച്ചത്. നമ്മൾ കഴിഞ്ഞ തരത്തിൽ പറഞ്ഞിരുന്നു, അവിടുന്ന് കാല് ഭാഗം കാണിച്ചു കൊടുത്തത്, മീൻസ് അവിടുന്ന് കുതിരപ്പുറത്ത് കയറാൻ വേണ്ടിയിട്ട് തൊടഭാഗത്ത് ചവിട്ടിയിട്ടാണ് കയറിയത്. അതുപോലെ ഇവിടെ യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ അവിടുന്ന് പരിഗണിക്കാണ്ട് നേരെ പോയില്ല. ഇതൊക്കെ റസൂലിന്റെ ജീവിതത്തിൽ സുബ്ഹാനല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചെയ്തിരുന്ന കാര്യമാണ്. മാത്രല്ല, ഈ ചെറിയ പ്രായത്തില് ഈ പറഞ്ഞതുപോലെ ഇതുപോലുള്ള ചില കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരിക്കലും നിരുത്സാഹപ്പെടുത്താൻ പാടില്ല. അവർക്ക് എന്ത് ചെയ്യേണ്ടതില്ല, അതിനെ നമ്മൾ നിരുത്സാഹപ്പെടുത്തേണ്ടതില്ല, മറിച്ച് നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. ഇതെന്താണെന്നൊക്കെ ചോദിച്ച് നമ്മൾ എന്ത് ചെയ്യുക, അവരോട് പെരുമാറുക. മാത്രല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് ഈ പറഞ്ഞതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ചെറിയ കുട്ടികളെ പരിഗണിക്കാറുണ്ട്. ഒരു ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടക്കുന്ന സമയത്ത് രണ്ട് കുട്ടികൾ വന്നിട്ട് എന്ത് ചെയ്യാണ്, തുഗന്നിയാനി വതദ്രിബാൻ, ഒരു പാട്ട് പാടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസജ്ജൻ ബിസൗബിഹി, റസൂൽ അവിടെ കിടക്കുന്നുണ്ട്. ഫൻതഹറഹുമാ അബൂബക്കർ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കിടക്കുന്നത് കണ്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് എന്ത് ചെയ്തു, അവരോട് അവിടുന്ന് പോകാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഫകശഫ റസൂലുള്ളാഹി അൻ, റസൂൽ അവിടെ പുതച്ചു മൂടി കിടക്കുമ്പോ റസൂൽ ആ പുതപ്പ് മാറ്റിയിട്ട് പറഞ്ഞു, ഫഖാല ദഅഹുമാ യാ അബാ ബക്രിൻ ഫഇന്നഹാ അയ്യാമു ഈദിൻ, എന്താണത്, ഇന്ന് ഈദിന്റെ ദിവസമല്ലേ, അവരാഘോഷിച്ചോട്ടെ, ചെറിയ കുട്ടികളല്ലേ. നോക്ക് സഹോദരങ്ങളെ, ഇവരുടെ പ്രായത്തിനെ പരിഗണിക്കാനാണ് റസൂല്. അവിടെ ചെറിയ കുട്ടികൾക്ക് എന്ത് ചെയ്യാ, ഈദിന്റെ ദിവസം പാട്ട് പാടൽ ജായിസാണ്. അതുകൊണ്ട് അവിടെ റസൂൽ എന്ത് ചെയ്തില്ല. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താ പറയുക, ഓരോരാളോട് വലിയ കുല്ലി മക്കാമി മക്കാൽ എന്ന് പറയാറുണ്ട്. ഓരോ സന്ദർഭത്തിനും സാഹചര്യത്തിനും അനുസരിച്ചിട്ടായിരിക്കണം സംസാരം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, വലിയൊരു കുട്ടിനോട് സംസാരിക്കുന്ന പോലെയാണോ ചെറിയ കുട്ടിനോട് സംസാരിക്കണ്ടേ? ചില ആളുകൾ പറയാൻ തന്നെ കേട്ടിട്ടുണ്ട്, എന്ത്, മോനിക്കിപ്പോ ഒന്നും പ്രായത്തില്ല കല്യാണം കഴിക്കാൻ, ഇതിനൊരു 10-30 വയസ്സാകട്ടെ എന്നിട്ട് കല്യാണം. ഇവിടെ റസൂല് നോക്ക്, ഇവിടെ റസൂല് ചെറിയ കുട്ടികളുടെ കൂടെ കളിക്കാണ്. മാത്രമല്ല ആയിഷ റളിയല്ലാഹു അൻഹ റസൂലും തമ്മിലുള്ള വ്യത്യാസം, വയസ്സ് വ്യത്യാസമൊക്കെ നമുക്ക് അറിയുന്നതാണ്. അതിൽ എന്തെങ്കിലും ന്യൂനത ഉണ്ട്, അത് കുറ്റപ്പെടുത്തി പറയാനുള്ള കാര്യമാണോ? ഒരിക്കലും അല്ല. കാരണം നിങ്ങൾ ശരിക്കും ചിന്തിക്കണം. ഞാൻ വേറൊരു വിഷയത്തിലേക്ക് മാറുകയാണ്. അത് എന്താണത്, ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുമ്പോൾ വയസ്സ് വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതൊരു തെറ്റാണ് എങ്കിൽ, നല്ല പ്രായ വ്യത്യാസം ഉള്ളത് കൊണ്ട് അതൊരു തെറ്റാണെങ്കിൽ നമുക്ക് ഒരു 5 മിനിറ്റ് എനിക്ക് തരുമോ? ഞാൻ ഇവിടെ ഒരു സാധനം ഓർഡർ ചെയ്തിരുന്നു, അത് വന്നിട്ടുണ്ട്, ഒന്ന് പോയിട്ട് വാങ്ങിച്ചോട്ടെ, ആർക്കും പ്രയാസമില്ലെങ്കിൽ. അല്ല, നമുക്ക് കറക്റ്റ് 10 മണിക്കാണ് നിർത്താം. കാരണം ഓൾറെഡി ആൾക്കാർ വന്നല്ലോ, ലേറ്റ് ആയല്ലോ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം ഇൻഷാ അല്ലാഹ്. അഫ്വാൻ, എല്ലാരോടും ക്ഷമ ചോദിക്കണം.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വ്യക്തമല്ലേ? കേൾക്കുന്നുണ്ടോ? ബാറക്കല്ലാഹു ഫീക്കും. ബാറക്കല്ലാഹു ഫീക്കും. എന്താണ് നമ്മൾ അവസാനം എന്തായിരുന്നു പറഞ്ഞത്? അവസാനം ഞാൻ എന്തായിരുന്നു പറഞ്ഞത് ഓർമ്മ ഉണ്ടോ? എന്താ ചോദിച്ചത്? ഒന്നുകൂടി ചോദ്യം ആവർത്തിക്കോ, വ്യക്തമായിട്ടില്ല. അത് മുഖം മറക്കൽ എന്താണ്? മുഖം മറക്കാന്നുള്ള എന്താണ്? അയ്യോ, ഇപ്പൊ ഫിത്തനന്റെ സമയമാണോ അല്ലയോ? എല്ലാവർക്കെങ്കിലും സംശയമുണ്ടോ? അയ്യോ, അപ്പോ ഈ സാഹചര്യത്തിൽ നമ്മള് എന്താ ചെയ്യേണ്ടത്? ഭർത്താവിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഭാര്യ ഭർത്താവിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ ഈ സമയം എന്ന് പറയുമ്പോൾ ഫിത്തനന്റെ കാലഘട്ടമാണ് എന്ന് ഭർത്താവിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക ഭാര്യ. വ്യക്തല്ലേ? ബാറക്കല്ലാഹു ഫീക്കും. അവിടെ ഞാന് എന്താണ് അയ്യോ, അതായിരുന്നല്ലോ നമ്മൾ പറഞ്ഞിരുന്നത്. തയ്യിബ്. ബാറക്കല്ലാഹു ഫീക്കും. ജസാക്കല്ലാഹു ഖൈറ. അഥവാ ആയിഷ റളിയല്ലാഹു അൻഹയെ റസൂല് കല്യാണം കഴിക്കുമ്പോൾ പ്രായ വ്യത്യാസം നന്നായിട്ടുണ്ടായിരുന്നു അല്ലെ? ഉണ്ടായിരുന്നു.
അതൊരു തെറ്റായിരുന്നുവെങ്കിൽ, ആ കാലഘട്ടത്തിൽ അത് തെറ്റായിരുന്നെങ്കിൽ മക്കയിലെ മുശ്രിക്കീങ്ങൾ അത് പറഞ്ഞ റസൂലിനെ കളിയാക്കണ്ടേ? കാരണം നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇന്ന ഷാനിയൊക്കെ പോലെ അബ്ദുറൻ അള്ളാഹു ആയത്തിറക്കാനുള്ള കാരണം എന്താണ് കാരണം? അള്ളാന്റെ റസൂലിനെ കളിയാക്കി വാലറ്റവെന്ന് പറഞ്ഞിട്ട്. കാരണം ആൺമക്കളൊക്കെ എന്ത് ചെയ്യാണ്? റസൂലിൻ്റെത് ചെറിയ പ്രായത്തിൽ തന്നെ മരണപ്പെടുകയാണ്. അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അത് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അതുപോലെ കിട്ടിയ അവസരങ്ങളൊക്കെ എന്ത് പറഞ്ഞ് കളിയാക്കിയിട്ട് മക്കയിലെ മുശ്രിക്കീങ്ങൾ കളിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം പറഞ്ഞ് കളിയാക്കരുതായി നമുക്ക് ഖുർആനും സുന്നത്തിലും കാണാൻ സാധിക്കില്ല. മാത്രമല്ല ആയിഷ റളിയല്ലാഹു അൻഹയെ മറ്റൊരു ആളും കൂടി എന്ത് ചെയ്തിരുന്നു? വിവാഹം ആലോചിച്ചിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മറ്റൊരാള് ആയിഷ റളിയല്ലാഹു അൻഹയെ എന്ത് ചെയ്തിരുന്നു? വിവാഹാലോചന നടത്തിയിട്ടുണ്ട്. റസൂലിന്റെ ആലോചന വരുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖ് അവരുടെ അടുക്കൽ പോയ സംഭവമൊക്കെ നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പൊ അത് പൊതുവെ ആ നാട്ടിലെ സാഹചര്യത്തില് പൊതുവെ നടന്നു പോന്നിരുന്ന കാര്യമാണ്. എന്തിന്? നമ്മളെ നാട്ടിൽ തന്നെ വലിയ ആളുകളായി അറിയപ്പെടുന്ന ആളുകൾ കല്യാണം കഴിച്ചത് ഏത് പ്രായത്തിലുള്ള ആൾക്കറിയാം? നിങ്ങളൊന്ന് ചരിത്രം പഠിച്ചു നോക്കിയാൽ മനസ്സിലാവും. അതുകൊണ്ട് ഇതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കരിവാരി ചേക്കാൻ വേണ്ടി പറയുന്നതാണ്. അതിൽ നിന്ന് യാതൊരു അർത്ഥവും ഇല്ല എന്നുള്ളതാണ്. ആ ഒരു ഭാഗം മാത്രം ക്ലിയർ ആക്കി തന്നതാണ്. അപ്പോ ഇവിടെ എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് രണ്ട് സ്ത്രീകൾ വന്ന് പാട്ട് പാടുമ്പോ, അല്ലെ കുട്ടികളാണ് അഫ്വൻ, പാട്ട് പാടുമ്പോ റസൂൽ എന്ത് ചെയ്യാണ്? അവർക്ക് അനുവാദം കൊടുക്കാണ്. കാരണം അത് എന്താണ്? ഈദിന്റെ ദിവസമാണ്. ഇൻഷാ അല്ലാഹ് 4 മിനിറ്റ് കൊണ്ട് ക്ലാസ് കഴിയും. ഇതിന്റെ സമയം കഴിയും. ഇൻഷാ അല്ലാഹ് ക്ലാസും നമുക്ക് ആ സമയത്തേക്ക് തീർക്കാം. എന്താണ്? മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയെ ഹബശയിലെ ആളുകൾ അവർ യുദ്ധം ചെയ്യാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവര് കുന്തം കൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്നത് ആയിഷ റളിയല്ലാഹു അൻഹ കാണാറുണ്ട് എന്നുള്ളതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഒരു മറക്ക് പിന്നിലായിക്കൊണ്ട് എന്ത് ചെയ്യാറുണ്ട്? കാണാറുണ്ട് എന്നാണ്. അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ പ്രായം പരിഗണിച്ചിരുന്നു. മാത്രമല്ല അവർക്ക് വേണ്ട കാര്യങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പരിഗണിച്ചിരുന്നു. ഒരിക്കലും എന്തല്ല, നീ എന്റെ ചെറുതാണ്, നീ എന്നെ പോലെ 10-40 വയസ്സുള്ള ആളുകൾ ഞാൻ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ പെരുമാറണം എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിരുന്നില്ല, അല്ലെങ്കിൽ പെരുമാറിയിരുന്നില്ല എന്നുള്ളതാണ്. ഇതാണ് ഈ ഒരു അസ്ല്. ഇൻഷാ അല്ലാഹ് ഇത്രയാണ് ഇന്ന് എടുക്കാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഒന്നും കൂടി ആവർത്തിച്ച് ക്ഷമ പറയാണ്. ഒന്നാമത്തേത്, നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ എന്തായി, കുറച്ചൊന്ന് ലേറ്റ് ആയി പോയി. അതുപോലെ തന്നെ ക്ലാസിന്റെ ഇടയിൽ ഞാനൊന്ന് പുറത്തു പോകേണ്ടി വന്നു. ആർക്കെങ്കിലും പ്രയാസമോ മറ്റോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പൊരുത്തപ്പെട്ട് തരണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്താണ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ? സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞ അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് നമ്മളെന്തായാലും അറിയുന്ന ആളുകളോട് ചോദിച്ചിട്ട് എന്ത് ചെയ്യും, അതിനുള്ള ഉത്തരം തരും ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും വ്യക്തമായി വിചാരിക്കുന്നു. ബാറക്കല്ലാഹു ഫീക്കും. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.